പൊന്നുരുന്നിയിൽ കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റ അങ്കനവാടിക്ക് സമീപത്തൂടെ ഒഴുകുന്നത് മാലിന്യം നിറഞ്ഞ കനാൽ. മലിനജലം കെട്ടിക്കിടക്കുന്നത് കുട്ടികളുടെ ജീവന് ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാണിച്ച് പരാതി നൽകിയെങ്കിലും നഗരസഭ നടപടിയെടുത്തില്ല. മാലിന്യം നീക്കണമെന്നാവശ്യപ്പെട്ട് ദിവസങ്ങൾക്ക് മുൻപ് BJP പ്രതിഷേധം നടത്തിയിരുന്നു. പൊന്നുരുന്നി 48 നമ്പർ അങ്കണവാടി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് മാലിന്യം നിറഞ്ഞ് ദുർഗന്ധം വമിക്കുകയാണ്. അങ്കണവാടിയുടെ സമീപത്തൂടെ ഒഴുകുന്ന കനാലും മാലിന്യത്താൽ മൂടിക്കിടക്കുകയാണ്. മഴക്കാലം വന്നാൽ കനാൽ നിറഞ്ഞ് സമീപ പ്രദേശങ്ങളിലേക്ക് അഴുക്കുവെള്ളം കയറാറുണ്ട്. അങ്കണവാടിയുടെ കുടിവെള്ള ടാങ്കിലേക്കും മലിനജലം കയറാൻ സാധ്യതയുണ്ടെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു. കാലാവസ്ഥ മഴയാണെങ്കിൽ ക്ലീനായി, അല്ലേ ഇല്ല. മണം കാരണം ഇരിക്കാൻ മേല. ഇപ്പോൾ തന്നെ അവിടെ ചെന്ന് നോക്കിയാൽ കാണാം കൊതുക്. ആ അങ്കണവാടിയുടെ ചുറ്റും കാട് വളർന്ന് കിടക്കുകയാണ്. ഇനി എപ്പോഴാണ് പാമ്പ് കടിക്കുക എന്ന് പറയാൻ കഴിയില്ല. അതേപോലെ അവസ്ഥയാണ്. ഇവിടെ വന്ന എല്ലാവരും പരാതി പറയുന്നുണ്ട്. കോർപ്പറേഷൻ്റെ യാതൊരു ഇങ്ങോട്ട് തിരിഞ്ഞേ നോക്കുന്നില്ല. അവർ വേറെ പല കാര്യമൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുക. അങ്കണവാടിക്ക് മുകളിലായാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രവും പ്രവർത്തിക്കുന്നത്. മാലിന്യം നിറഞ്ഞ കനാൽ ശുദ്ധീകരിക്കണമെന്ന് വർഷങ്ങളായി നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. ദിവസങ്ങൾക്ക് മുൻപാണ് മാലിന്യ പ്രശ്നം ഉയർത്തി കാണിച്ച് BJP പ്രതിഷേധം നടത്തിയത്. ഇതിന് പിന്നാലെയാണ് അങ്കണവാടിയിലെ കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റത്. അങ്കണവാടിയിലെ കുടിവെള്ളത്തിൽ നിന്നാകാം ഭക്ഷ്യവിഷബാധയേറ്റതെന്നാണ് സംശയം. ഇവിടുത്തെ കുടിവെള്ള ടാങ്കിലെ വെള്ളം പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. 12 കുട്ടികൾക്കാണ് വ്യാഴാഴ്ച ഭക്ഷ്യവിഷബാധയേറ്റത്. ജനം, കൊച്ചി.